തീർച്ചയായും ഇപ്പോൾ തന്നെ നിലവിൽ 2 മാസത്തെ നിലവിലുള്ള തുച്ഛമായ വേതനം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. 5000 രൂപയാണ് ആകെയുള്ള ഓണറേറിയം. അതുപോലും 2 മാസത്തേത് കുടിശ്ശികയാണ്. 6-7 മാസം കുടിശ്ശികയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ സമരം ചെയ്തിട്ടാണ് അതുപോലും വീണ്ടെടുക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വീട്ടിലെ ആർക്കും തന്നെ തൊഴിലില്ല. വാടക വീട്ടിൽ കഴിയുന്നവരും വിധവകളുമായിട്ടുള്ള ആളുകളുണ്ട്. കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നെറ്റ് ചാർജ് ചെയ്യാൻ പോലും പണമില്ല. നമസ്കാരം. വീണ്ടും മറ്റൊരു സമര കോലാഹലത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമര കോലാഹലം എന്ന് വിശേഷിപ്പിക്കാനാകില്ല. ശക്തമായ പ്രതിഷേധം തന്നെയാണ് വീണ്ടും സെക്രട്ടേറിയറ്റ് നടയിൽ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ആശാ വർക്കർമാരെ ആരോഗ്യ വകുപ്പിൽ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ വർക്കർമാർ നടത്തുന്ന സമരം. ഒരു വശത്ത് ഉദ്യോഗാർത്ഥികളുടെ സമരം, മറുവശത്ത് നമ്മളിപ്പോൾ കണ്ടതുപോലെ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരം. ഇപ്പോഴത്തെ ആശാ വർക്കർമാർ നടത്തുന്ന പ്രതിഷേധം, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ആശാ വർക്കർമാരുടെ വിഭിന്ന ധർണ. പ്രതിമാസം 15,000 രൂപ കോവിഡ് റിസ്ക് അലവൻസ് അടക്കം അനുവദിക്കണം. നമുക്കറിയാം, ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ആശാ വർക്കർമാരെ കുറിച്ചാണ്. അവരുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ കൊറോണ പോരാട്ടത്തിൽ നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ആശാ വർക്കർമാർ അവർ നീതിക്കായി തെരുവിലിറങ്ങിയിരിക്കുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാരാണ് കേരളത്തിന് നെഞ്ചിലേറ്റിയതെന്ന് പറയാം. അപ്പൊ നിങ്ങൾ നീതിക്കായി പോരാടുകയാണ്. എന്താണ് ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മിനിമം വേതനം നടപ്പിലാക്കുക. ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സാധനങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് വില കൂടുതലാണ്. അത് ഈ മന്ത്രിസഭയിലോ ജനങ്ങൾക്കോ എല്ലാ നാട്ടുകാർക്കും അറിയാം. ഞങ്ങളായിട്ട് രാപ്പകൽ ജോലി ചെയ്യിച്ചിട്ട് ഞങ്ങൾക്ക് 1 രൂപ, 1.5 രൂപ, 2 രൂപ ഈ കണക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോരാ. നമുക്ക് മിനിമം വേതനം തരണം. 13 വർഷമായി ഞങ്ങൾ ജോലിക്ക് കയറിയിട്ട്. ഈ 13 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വേതനമാണ് ഈ 5000 രൂപ. ഈ 5000 രൂപ വെച്ച് ഒരു കുടുംബത്തിനും കഴിയാൻ പറ്റില്ല, അതറിയാം. ഞങ്ങൾ തുച്ഛമായ വേതനം കിട്ടുന്ന വെച്ച് ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നു. അതാത് മാസം കിട്ടാത്തതിനാൽ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ കൊടുക്കുന്ന പൈസ 2-3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്ന പൈസ പലിശയിലാണ് പോകുന്നത്. വീണ്ടും അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയറിക്കിടക്കാട് വരെ പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 21,000 രൂപ മിനിമം വേതനമാവണം. എല്ലാ മാസവും 5-6 മുമ്പ് കിട്ടണം. ആശാ വർക്കർമാർ ഈ ഒരു കൊറോണ പ്രതിസന്ധി കാലത്ത് ഹൃദയം മുഴുവൻ നമ്മൾ കൊണ്ടു നടന്നു ആശാ വർക്കർമാർ അവരുടെ സേവനത്തെക്കുറിച്ച്. ആരോഗ്യമന്ത്രിയും പല വേദികളിലും വാദോരാതെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ നീതിക്കായി ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്നതിൽ ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിൽ കൈത്താങ്ങായി മാറിയ ആരോഗ്യ പ്രവർത്തകരുടെ ആശങ്ക എന്താണ്? നമുക്ക് ചോദിക്കാം. ശ്രീമതി മിനി ഷാജിർ ഖാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇത് വളരെ ഒരു പ്രതിസന്ധിയുള്ള സമയത്താണ് അവർ കൂടുന്നത് ആശാ വർക്കർമാർ. പക്ഷെ അവർക്ക് വേണ്ടത്ര നീതി കിട്ടിയില്ല എന്ന് അവർ ആവർത്തിക്കുകയാണ്. എന്താണ് പറയുന്നത്? തീർച്ചയായും ഇപ്പോൾ തന്നെ നിലവിൽ 2 മാസത്തെ നിലവിലുള്ള തുച്ഛമായ വേതനം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. 5000 രൂപയാണ് ആകെയുള്ള ഓണറേറിയം. അതുപോലും 2 മാസത്തേത് കുടിശ്ശികയാണ്. 6-7 മാസം കുടിശ്ശികയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ സമരം ചെയ്തിട്ടാണ് അതുപോലും വീണ്ടെടുക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വീട്ടിലെ ആർക്കും തന്നെ തൊഴിലില്ല. വാടക വീട്ടിൽ കഴിയുന്നവരും വിധവകളുമായിട്ടുള്ള ആളുകളുണ്ട്. കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നെറ്റ് ചാർജ് ചെയ്യാൻ പോലും പണമില്ല. വാടക വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നവർക്കും വായ്പ എടുത്ത ആളുകൾക്ക് ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് 10 വർഷം പൂർത്തിയായ ആളുകളെ സ്ഥിരപ്പെടുത്തുന്നതാണ് താൽക്കാലികക്കാരെ. 13 വർഷമായി ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ആശാ വർക്കർമാർ. ഈ ആശാ വർക്കർമാർ ഫീൽഡിൽ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് മുകളിൽ ആരോഗ്യ വകുപ്പ് നമ്മുടെ നാട്ടിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ ദിവസം മുഴുവൻ പണിയെടുക്കുകയാണ്. ഇതിന് ഞായറാഴ്ച ഉൾപ്പെടെ പണിയെടുക്കുകയാണ്. പക്ഷേ അവരെങ്ങും ഒരു രജിസ്റ്ററിലില്ല, അവർക്ക് അറ്റൻഡൻസ് രജിസ്റ്ററില്ല, യാതൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യപ്പെടുന്നത്, 1, വേതനം അതാത് മാസം 5-ാം തീയതിക്കുള്ളിൽ തരിക, കുടിശ്ശികയാക്കരുത്. 2, ആരോഗ്യ വകുപ്പിൽ സ്ഥിരപ്പെടുത്തണമെന്നുള്ളതാണ്. കാരണം ഇനി ആശാ വർക്കർമാർ ഫീൽഡ് പ്രവർത്തനത്തിന് ഇല്ലാതെ ആരോഗ്യ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും സംസ്ഥാനത്തെ മുഴുവൻ ആശാ വർക്കർമാരെയും ആരോഗ്യ വകുപ്പിൽ സ്ഥിരപ്പെടുത്തുക. അതുവരെ ഒരു തൊഴിലാളിക്കുള്ള ഒരു ദിവസ വേതനമെന്ന് ഗവൺമെന്റ് തന്നെ പറയുന്ന 700 രൂപ മിനിമം വേതനമായി പ്രഖ്യാപിച്ചുകൊണ്ട് 21,000 രൂപ പ്രതിമാസം നൽകുക. കേരളത്തിനെ ലോകത്തിന് തന്നെ മാതൃകയാക്കി ആരോഗ്യമന്ത്രിക്കുള്ള പുരസ്കാരം കിട്ടി. അതിനൊക്കെ പിന്നിൽ ഇവരുടെ ഓരോരുത്തരുടെയും കണ്ണീരും അധ്വാനമാണ്. അതിന് വേണ്ടത്ര അംഗീകാരം കിട്ടില്ല. ടീച്ചറിനോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ടീച്ചർ വാങ്ങിക്കൂട്ടുന്ന അംഗീകാരം ആശാ വർക്കർമാരുടെ തോളിൽ കയറി നിന്നിട്ടാണ് നിങ്ങൾക്ക് ഈ അംഗീകാരം കിട്ടുന്നത്. അത്രയും ഉയരത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരെ മറന്നുകൊണ്ട് അവരെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വനിതയാണ്, ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ അറിയുന്ന ഒരാളാണ്. തീർച്ചയായും
ഇന്ന് ഈ മാസങ്ങളോളം പണി ചെയ്തിട്ട് മിനിമം തുക പോലും തരാൻ പറ്റാതെ ആശാവർക്കർമാർക്ക് തരാൻ മാത്രം ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ആളുകൾക്കും ഫണ്ട് കൊണ്ട് കൊടുക്കാൻ ഇവിടെ കേരള സർക്കാരിന്റെ പരസ്യത്തിന് കോടികൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആശാവർക്കർമാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന കൂലി പോലും വേണമെങ്കിൽ അതിന് സമരം ചെയ്യേണ്ടി വരുന്നൊരു ഗതികേട് പ്രിയപ്പെട്ട മന്ത്രി ഒഴിവാക്കി തരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. വളരെയധികം വ്യക്തമാണ്. ശ്രീമതി മിനി ഷാജിർ ഖാൻ പറഞ്ഞതുപോലെ ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് മാസ്ക് ധരിക്കുക, കൈകൾ നന്നായി കഴുകുക, സാമൂഹിക അകലം പാലിക്കുക എന്ന് നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആശാ വർക്കർമാർ, നമ്മുടെ വീടാന്തരം കയറി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും ഉപദേശ രൂപേണ നൽകുന്ന ആശാ വർക്കർമാർ, അവർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് അവർ തെരുവിൽ നീതിക്കായി പോരാടുകയാണ്.